സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ കേരള. വിത്ത് മുതൽ വിപണി വരെ കർഷകർക്കൊപ്പമാണ് എന്നാണ് അതിന്റെ ആപ്തവാക്യം വരുന്നത്. അവരുടെ ദർശനം അതാണ്, മിഷൻ അതാണ്, ലക്ഷ്യം അതാണ്. അപ്പോ ഞാന് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ ഒരു കൃഷിക്കാരി എന്ന നിലയിൽ, കർഷക എന്ന നിലയിൽ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനും അതേപോലെ തന്നെ ജില്ലാ ഹോർട്ടിക്കൾച്ചർ മിഷനും ആലപ്പുഴ ജില്ലാ ഹോർട്ടിക്കൾച്ചർ മിഷനും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സാമ്പത്തികമായിട്ടും സാങ്കേതികമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ ഒരുപാട് പുരോഗതി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ടൊന്ന് എൻ്റെ ആ അനുഭവങ്ങൾ, നല്ല അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും അതേപോലെ തന്നെ ആ പദ്ധതികളെ കുറിച്ചിട്ട് എനിക്കറിയാവുന്ന പരിമിതമായിട്ടുള്ള അറിവുകൾ പങ്കുവയ്ക്കാനും കൂടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു സെക്ഷൻ ചെയ്യുന്നത്. ഇതിന് എനിക്ക് പ്രചോദനമായത് ഇന്നലെ ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ പേജിൽ ഒരു സ്ലൈഡ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ കേരളയുടെ പദ്ധതികൾ എന്തൊക്കെയാണെന്നുള്ളത്. ആ പദ്ധതികളെ കുറിച്ചിട്ടുള്ള മുഴുവൻ രൂപവും അതിനകത്ത് കൃത്യമായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ, അത് ഇന്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ മൊത്തം എല്ലാ രീതിയിലും കവർ ചെയ്ത് വരുന്ന ആ ഒരു ഡെവലപ്മെന്റിനെയാണ്, വികസനത്തിനെയാണ് ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എന്ന് വിളിക്കുന്നത്. അത് സാർവതോന്മുഖമായിട്ടുള്ള ഒരു വികസനം കൂടിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം ഞാൻ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനെ കുറിച്ചിട്ട് അറിയുന്നത് ഇതേപോലെ തന്നെ ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഒരു പ്രസിദ്ധീകരണമായിട്ടുള്ള കേരള കർഷകൻ എന്നൊരു മാസികയിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ എനിക്ക് പങ്കുവെക്കേണ്ട ഒരു ചെറിയൊരു വിഷമം ഞാൻ ഇപ്പോൾ പറയാണ്. അതായത് ഈ അടുത്ത് ഏതോ ഒരു സ്കീമിന് അതിന്റെ ഉപഭോക്താക്കളാകാൻ വേണ്ടിയിട്ട് കുറെ കർഷകര്, ഏത് കൃഷിഭവനിലാന്ന് എനിക്ക് ഓർമ്മയില്ല, അവര് ശരിക്കും കൃഷിഭവനിൽ വന്നപ്പോ അവിടുത്തെ കൃഷി ഉദ്യോഗസ്ഥര് ഇവരോട് സബ്സ്ക്രിപ്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു. കേരള കർഷകന്റെ സ്ഥിരമായിട്ട് പറയുന്നത് കേട്ടോ ഈ സബ്സ്ക്രിപ്ഷൻ എടുക്കണമെന്ന്. അപ്പോൾ ഇവർക്ക് ഒരു ടാർഗറ്റ് ഉണ്ട്, ആ സ്ഥലത്തെ ഫാമേഴ്സിന്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കണമെന്ന്. അപ്പൊ രസം എന്താന്ന് വെച്ചാല് ഈ നമ്മൾ ഇത് അതിന്റെ വരിക്കാരാകുമ്പോൾ, സബ്സ്ക്രൈബ് ചെയ്ത് അതിന്റെ വരിക്കാരാകുമ്പോൾ അത് നമ്മുടെ വീടുകളിലേക്ക് എത്തും. വളരെ ചെറിയ രൂപയുള്ളൂ, എനിക്ക് തോന്നുന്നു ഒരു വർഷത്തേക്ക് എങ്ങാണ്ട് 200 രൂപ എങ്ങാണ്ടേ ഉള്ളൂ, 20 രൂപയോ, വളരെ നാമമാത്രമായിട്ടൊരു തുകയാണ്. അപ്പോൾ ആ ഒരു ഈ സബ്സ്ക്രിപ്ഷൻ എടുത്ത് ഇത് ചെയ്യുമ്പോൾ സർക്കാരിന്റെ പ്രത്യേകിച്ച് കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ സകലമാന പദ്ധതികളും നമുക്ക് അതിനകത്ത് കിട്ടും. അങ്ങനെ കേരള കർഷകൻ അങ്ങനെ വായിച്ചിട്ടാണ് ഞാൻ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനെ കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്താ പറ്റിപ്പോയെന്ന് വെച്ചാല് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിലപ്പോൾ പോസിറ്റീവായിട്ട് ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങള് എന്ന് പറയാനുള്ള ഒരു സാവകാശം ചിലപ്പം കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായി കാണത്തില്ല. അതോടൊപ്പം തന്നെ അത് മനസ്സിലാക്കാൻ കഴിയാതെ പോയ കർഷകർക്കും പാവം അവർക്കും അറിയുന്നുണ്ടല്ല. അവര് വിചാരിച്ച് എന്തോ ഉപയോഗമില്ലാത്ത ഒരു മാഗസിൻ അവരുടെ തലയിൽ കെട്ടിയേൽപ്പിക്കാൻ നോക്കിയെന്ന് അവരും വിചാരിച്ചു കാണും. രണ്ടു കൂട്ടരുടെ ഭാഗത്ത് ഒരു ആശയവിനിമയത്തിന്റെ ഒരു ചെറിയ ഒരു താല്പര്യത്തിന്റെ ഒരു തർക്കം ഉണ്ടായിട്ടുണ്ട്. താല്പര്യങ്ങള് ഏകീകരിച്ച് വന്നില്ല. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ കേരള കർഷകൻ എത്രത്തോളമാണ് എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുള്ളത്, എൻ്റെ കാർഷിക ജീവിതത്തെ സ്വാധീനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് കേരള കർഷകന്റെ ഇതായിട്ട് പറയുന്നതല്ല, പരസ്യമായിട്ടൊന്നും പറയുന്നതല്ല, നല്ലതാണ്. നല്ലൊരു മാസികയാണ് കേരള കർഷകൻ. വളരെ വസ്തുനിഷ്ഠവും യുക്തിഭദ്രവുമായിട്ടുള്ള അക്കൗണ്ടബിൾ ആയിട്ടുള്ള വളരെ ഉത്തരവാദിത്വപരമായിട്ടുള്ള കാര്യങ്ങളാണ് കേരള കർഷകനിൽ വരിക. കാരണം സർക്കാരിന്റെ തന്നെ പ്രസിദ്ധീകരണമാണ്, തെള്ളി മറിക്കാനൊന്നും പറ്റില്ല, ഉത്തരവാദിത്വപൂർവ്വം എഴുതണം, അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടും. അത് നന്നായിട്ട് വിജിലന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കിപ്പം ചില കൃഷി മാഗസിൻ ഒക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ പറയും ഈ ഒരു
വില നട്ടാൽ ഈ ഒരു എന്താ പറയാ ലക്ഷങ്ങൾ കോടികൾ വരുമാനം കിട്ടും. അങ്ങനൊക്കെ ഉള്ള പരസ്യങ്ങൾ ഞാൻ കണ്ടിട്ടാണ് അതിന്റെ ഫ്രണ്ടിൽ തന്നെ. അപ്പൊ അത് കാണുമ്പോ തന്നെ എല്ലാവർക്കും ഒരു അട്രാക്ഷൻ ആണ്. കോടികൾ വരുമാനം കിട്ടുന്ന ആ വില എന്തായിരിക്കും എന്നൊക്കെയാണ്. അപ്പം പക്ഷെ ചിലപ്പോ അതിൽ ഒരുപാട് ഫാക്ച്വൽ ഇറേഴ്സ് ഉണ്ടാവും, വസ്തുനിഷ്ഠമായിട്ടുള്ള ഇറേഴ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഒത്തു വന്നാൽ മാത്രമേ ഇവർ പറയുന്ന ഈ ലക്ഷങ്ങളും കോടികളും ഒക്കെ നമുക്ക് ഉണ്ടാക്കാനും പറ്റത്തുള്ളൂ. അപ്പൊ പല കാര്യങ്ങളുണ്ടാവും. കാലാവസ്ഥ അനുകൂലമായിരിക്കണം, അതുപോലെ കീടങ്ങളെ ആക്രമിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി ഇഷ്യൂസ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു തന്നതെന്ന് പറഞ്ഞാല് കേരളകർഷകൻ പോലുള്ള ഒരു മാസിക ചെലുത്തുന്ന ഒരുപാട് നല്ല സ്വാധീനങ്ങളുണ്ട്. അങ്ങനെയാണ് ഞാൻ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ പ്രോജക്ട്സിനെ കുറിച്ചിട്ട് ആദ്യമായിട്ട് വായിക്കുന്നത്. ഇപ്പൊ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഇപ്പൊ സാമൂഹ്യ മാധ്യമത്തിൽ ഇതിട്ട പോലെ തന്നെ ആണ് ഒരു കാലഘട്ടത്തില് കേരള കർഷകനിലൂടെ ഞാൻ ഇതറിയുന്നത്. അപ്പം അങ്ങനെ ഒരു ഇതിൽ ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ അറിയും. നേഴ്സറി നമുക്ക് ചെയ്യാം, പ്രോസസ്സിംഗ് യൂണിറ്റ് നമുക്ക് ചെയ്യാം. നമുക്ക് എന്താണോ ആ സമയത്ത് ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹം തോന്നിയിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഒന്നും നോക്കത്തില്ലേ? അങ്ങനെ ഞാനും നോക്കി. അപ്പം 2009 മുതൽ നമ്മൾ കൃഷി ചെയ്ത് വരുമ്പോഴും കാർഷിക അനുബന്ധ മേഖലകളിൽ നമ്മൾ അത്രത്തോളം കൈ തൊട്ടിട്ടില്ല. ശരിക്കും കൃഷിയോടൊപ്പം തന്നെ കാർഷിക അനുബന്ധ മേഖലയിലും അതുപോലെ മൂല്യവർദ്ധിത മേഖലകളിലും ഒക്കെ നമ്മൾ ഇടപെട്ടാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, മെച്ചം ഉണ്ടാവുള്ളൂ. അങ്ങനെ അന്ന് ഇവിടുത്തെ AD ആയിരുന്ന എലിസബത്ത് മാഡത്തിൻ്റെ അടുത്ത് ഞാൻ ചെറുകിട നേഴ്സറിയുടെ ആപ്ലിക്കേഷനുമായിട്ട് ചെന്നു. അപ്പൊ മാഡം എന്നെ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെയാണ് എനിക്ക് ആദ്യമായിട്ട് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനുമായിട്ട് ഒരു പരിചയം വരുന്നത്. അതിനു മുമ്പ് പല കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ അത് ഹോർട്ടിക്കൾച്ചർ മിഷൻ വഴി നേരിട്ടല്ലായിരുന്നു ഇടപെടല്. കൃഷി ഓഫീസർ വഴിയും നമ്മുടെ ഇവിടുത്തെ കൃഷിഭവൻ വഴിയൊക്കെയായിരുന്നു. അങ്ങനെ ഞാൻ ഇത് കണ്ടപ്പോഴാണ് എനിക്ക് ആ ഒരു ഇത് പറയാൻ തോന്നി. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഇപ്പൊ എനിക്ക് ഇങ്ങനെയൊന്നും ഇത്രയും ആത്മവിശ്വാസത്തോടെ ഒരു കർഷക എന്നത് ഇത് നല്ലൊരു ജീവിതോപാധിയാണ് എന്ന് പറയാൻ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ അതിൽ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ പങ്ക് വളരെ വലുതാണ്. നമ്മുടെ കേരള കാർഷികക്ഷേമ കർഷക വികസന വകുപ്പിന്റെ കീഴിലുള്ള സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ. ഇതില് ഇവര് കൊടുത്തേക്കുന്നത് മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചറിന്റെ കീഴിലുള്ള അതൊരു അംബ്രല്ല സ്കീമാണ്. അതിനകത്ത് ഒരുപാട് പദ്ധതികൾ വരുന്നുണ്ട്. ഈ ഹോർട്ടിക്കൾച്ചർ ഹോർട്ടിക്കൾച്ചർ വിളകൾ എന്ന് പറയുന്നത് നമുക്ക് പ്ലാന്റേഷൻ തോട്ടവിളകളുണ്ട്, അതിൽ സ്പൈസസ് ഉണ്ട്, നമ്മുടെ സുഗന്ധ വിളകളുണ്ട്, അതേപോലെ തന്നെ ഔഷധ സസ്യങ്ങള്, ഫലവൃക്ഷങ്ങള്. പക്ഷെ തെങ്ങ് മാത്രമില്ല കേട്ടോ. കോക്കനട്ട് അതിൽ എക്സ്പ്ലോർ ആണ്. അതിന് വേണ്ടി മാത്രം നമുക്ക് വേറൊരു കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡ് ഉണ്ട്. അപ്പം തെങ്ങ് ഒഴിച്ച് ബാക്കിയെല്ലാ ഹോർട്ടിക്കൾച്ചർ വിളകള്, ഗാർഡൻ പ്ലാന്റ്സ് ഉണ്ട്, ഫോളിയേജ് പ്ലാന്റ്സ് ഉണ്ട്, ഓർക്കിഡ് ഉണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങള് ഹോർട്ടിക്കൾച്ചർ വിളകളിലെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാൻ ഉണ്ട്. അപ്പം ആ ഒരു ഇതിനെ കുറിച്ചിട്ടാണ് ഇപ്പൊ പറയുന്നത്. ഇതിന്റെ ആ ഒരു സ്ലൈഡ് ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതില് നടീൽ വസ്തുക്കളുടെ ഉൽപാദനം, ഹോർട്ടിക്കൾച്ചർ വിളകളുടെ നടീൽ വസ്തുക്കളുടെ ഉൽപാദനം, അതാണ് ഞാൻ ഈ പറഞ്ഞ ചെറുകിട നേഴ്സറി. അതുപോലെ തന്നെ വൻകിട നേഴ്സറി നമുക്ക് ചെയ്യാൻ പറ്റും. ചെറുകിട നേഴ്സറി പോലെ തന്നെ നമുക്ക് വൻകിട നേഴ്സറി നമുക്ക് ചെയ്യാൻ പറ്റും. ചെറുകിട നേഴ്സറിക്ക് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇത്രയാണെന്ന് അറിയത്തില്ല, അന്ന് എൻ്റെ ഒരു ഞാൻ അതിന്റെ ബെനിഫിഷ്യറി ആയപ്പോ എനിക്ക് കിട്ടിയത് അതില് സബ്സിഡി 7.5 ലക്ഷം രൂപയാണ്. 15 ലക്ഷം രൂപയുടെ പദ്ധതി, അതിൽ 50% ധനസഹായം സബ്സിഡി ആയിട്ട്, 50% 7 ലക്ഷം രൂപ കിട്ടി. ആ പ്രോജക്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തയ്യാറാക്കി കൊടുത്ത് ഹോർട്ടിക്കൾച്ചർ മിഷനിൽ സബ്മിറ്റ് ചെയ്ത് അവർ അപ്രൂവ് ചെയ്യുന്ന പ്രോജക്റ്റ് നമ്മൾ ബാങ്കിൽ കൊടുത്താൽ ബാങ്കുകാർ നമുക്ക് അപ്രൂവൽ തരും. എന്തിന്? ലോൺ സാങ്ഷൻ ആക്കാനുള്ള ഒരു ഇത് തരും. അപ്പോൾ അത് തന്നെ വലിയൊരു ഇതാണ്. ആ പ്രോജക്റ്റ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ആ ലോണിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു ആധികാരികമായിട്ടുള്ള ഒരു എന്താ പറയുക രേഖ. അപ്പോൾ അതൊരു വലിയ ഒരു പോസിറ്റീവ് സൈഡാണ്.
അത് മാത്രമല്ല ബാങ്കുകാരോട് സംസാരിക്കുകയും ചെയ്യും അവര്. കർഷകർക്ക് ലോൺ കൊടുക്കാൻ മടിക്കുവാണെങ്കിൽ ഇതിന് ഇത്രത്തോളം പ്രോഫിറ്റ് ഉണ്ട്, ഇതിന്റെ DPR ഇങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് അവര് നന്നായിട്ട് സംസാരിച്ച് അത് തയ്യാറാക്കി നൽകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഹോർട്ടിക്കൾച്ചർ മിഷന്റെ അകത്തുണ്ട്. അവരത് വളരെ കാര്യക്ഷമമായിട്ട് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ വില വിസ്തൃതി വ്യാപനം, വാഴ, കൈതച്ചക്ക, പപ്പായ, ഡ്രാഗൺ ഫ്രൂട്ട്, ഫാഷൻ ഫ്രൂട്ട്, അങ്ങനെ നമ്മുടെ പഴച്ചെടികളുടെ ഒക്കെ വില വിസ്തൃതി വ്യാപനത്തിന് ഇവര് സഹായം കൊടുക്കുന്നുണ്ട്. ഇതില് പൊതുവെ നമുക്ക് ഈ ഇത് ഇവര് നടപ്പിലാക്കുന്ന കൃഷിഭവൻ വഴി തൈകൾ കൊടുക്കുന്നതിലൂടെയാണ്. പാവക്കാടോയുടെ തൈ, ഫാഷൻ ഫ്രൂട്ടിന്റെ തൈ, വാഴ, അതുപോലെ തന്നെ കന്നാര, കൈതച്ചക്ക ഒക്കെ അവര് കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. പിന്നെ തോട്ടങ്ങളുടെ പുനരുദ്ധാരണം, റിജുവനേഷൻ, അതിനു വേണ്ടിയിട്ട് ഇവര് സഹായം ചെയ്യും. ജലസ്രോതസ്സുകളുടെ നിർമ്മാണം, ഇത് എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. അതില് നിർമ്മാണം മാത്രമല്ല, നമുക്ക് അത് നവീകരിക്കാനും കൂടിയിട്ടുള്ള ഇത് അവർ ചെയ്യാതെ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന എന്നൊരു പദ്ധതിയുടെ കീഴിൽ വരുന്നതാണ്. സിഞ്ചായി മീൻസ് സേചനം, ജലസേചനം എന്നൊക്കെ പറയത്തില്ലേ, കുളങ്ങളുടെ നിർമ്മാണം. എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ഇവിടെ ധാരാളം ജലസ്രോതസ്സുകളുടെ ആവശ്യമുണ്ട്. കാരണം നമ്മൾ ഏകദേശം ഒരു 4.5 ഏക്കറിന് അടുത്ത് കൃഷി ചെയ്യുന്നതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് നമ്മുടെ കൃഷി തുടങ്ങുന്നതൊക്കെ സമയത്തൊക്കെ നമുക്ക് ശരിക്കും ഏറ്റവും ആവശ്യമുള്ള ഒരു സംഭവമാണ് ജലസേചന മാർഗത്തിന് വേണ്ടിയിട്ട് ഒരു ജലസ്രോതസ് എന്നുള്ളത്. അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ സംരക്ഷിത കൃഷി, അതിൽ പോളി ഹൗസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പല തരത്തിലുള്ള പോളി ഹൗസുകൾ ഒക്കെ ഉണ്ട്. അതുപോലെ സ്ഥിരതാങ്ങ സംവിധാനം, കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള ഫെർട്ടിഗേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ഇത് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. ഇനി എപ്പോഴെങ്കിലും ആവശ്യമായിട്ട് വരുവാണെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ച് വെച്ചതാണ്. പിന്നെ മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റ് നിർമ്മാണം, ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട്. മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റ് നിർമ്മാണം, കൂൺ കൃഷി ചെയ്തിട്ടില്ല നമ്മൾ. പക്ഷേ ഇത് ഇവരുടെ ഒരു നല്ലൊരു പ്രോജക്റ്റാണ്. എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു പ്രോജക്റ്റാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ കേരള കർഷകൻ ഇതിലൊക്കെ ഞാൻ എടുത്തു നോക്കും. ഞാൻ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ എല്ലാ പ്രോജക്ട്സും ഞാനിങ്ങനെ കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്നതാണ്. ഏതാണ് എനിക്ക് എപ്പോഴാണ് പറ്റുക. നമുക്ക് പുതിയ പുതിയ പ്രോജക്റ്റുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമല്ലോ. നമ്മളുടെ പുതിയ എക്സ്പാൻഷൻ വരുമ്പോൾ ഒക്കെ ഏതാണ് കുറച്ചുകൂടെ നല്ലത്, അല്ലെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് പോകാൻ കഴിയുക, ഇതിന്റെ അപ്പുറത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ എങ്ങനെയാണ് കടക്കുക, ഇതൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ പ്രോജക്റ്റുകൾ എടുത്തു നോക്കും. പിന്നെ പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക്, ഇത് എനിക്ക് തോന്നുന്നു പൊതുമേഖലയ്ക്ക് കൊടുക്കുന്നതാണ്. പിന്നെ തേനീച്ച വളർത്തലിലൂടെ പരാഗ പിന്തുണ, അതായത് തേനീച്ച കൃഷിക്കുള്ള ഇത് കൊടുക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു കൃഷിഭവൻ വഴിയായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. പിന്നെ വിപണികളുടെ അടിസ്ഥാന സൗകര്യ വികസനം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം വിപണിയാണ് ശരിക്കും പറഞ്ഞാൽ കർഷകർ കൈപ്പിടിയിൽ വെക്കേണ്ട ഒരു സംഭവം. വിപണിയിൽ കർഷകരിരുന്ന് നിയന്ത്രിക്കണം. കർഷകർ വളരെ നിസ്സഹായരാണ് ആ ഒരു കാര്യത്തില്. കാരണം വിപണി ബിസിനസ്സുകാർ കൊണ്ടുപോകും, MBAക്കാർ കൊണ്ടുപോകണമെന്നൊക്കെയാണ് പുതിയ വെർഷൻ. പക്ഷെ അങ്ങനല്ല, വിപണി കർഷകർ കൂടെ വിപണിയിൽ ഒരു അധികാരം വേണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് കർഷകർ വിപണി ഏറ്റെടുക്കണം. കർഷകർക്ക് എനിക്ക് ഇത്ര കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് ഇത്ര വിൽക്കാൻ പറ്റും, അതിന് ഇന്ന വില എനിക്ക് വേണം എന്ന് ആധികാരികമായിട്ട് പറയാനും ഒരു ശക്തി, അതായത് വിപണിയിൽ ഒരു ശാക്തീകരണം കർഷകർക്ക് പ്രധാനപ്പെട്ടാണ്. അതിന് ആ ഒരു മാർക്കറ്റിംഗ് സ്കില്ലാണ്. ആ സ്കില്ല് ഡെവലപ്പ് ചെയ്തേ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഇടനിലക്കാരുടെ ചൂഷണം കൊണ്ട് സത്യം പറഞ്ഞാൽ കൃഷി വളരെ നാമാവശേഷമായി പോവുകയും ചെയ്യും. വൻകിട കമ്പനിക്കാരുടെ കയ്യിലുകളിലേക്ക് നമ്മുടെ കൃഷിഭൂമി ചെന്നെത്തുകയും ചെയ്യും. കാരണം അവർക്കിതെല്ലാം ഏകോപിപ്പിച്ചെടുക്കാൻ കഴിയും. നമ്മളെന്താ ചെയ്യുന്നതെന്ന് നമുക്ക് ആ ഒരു ഏകോപന ശേഷി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്, കർഷകർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനം. അതിൽ ഗ്രാമീണ വിപണിയുണ്ട്, റൂറൽ മാർക്കറ്റ്. പിന്നെ ചെറുകിട വിപണികൾ, പഴം പച്ചക്കറി വിളകളുടെ വിൽപ്പനയ്ക്കായി സഞ്ചരിക്കുന്ന വിൽപ്പനശാല, വളരെ നല്ലൊരു ഇതാണ്. പിന്നെ
ഇതിൽ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ പഴം പച്ചക്കറികളുടെ പാഴാകലും നഷ്ടവും ഒഴിവാക്കുന്നതിന് വിളവെടുപ്പ് അനന്തര പരിപാലനം, വിളവെടുപ്പിന് ശേഷമുള്ള പോസ്റ്റ് ഹാർവെസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുന്നതെന്ന്. അതിൽ ഫാം ഗേറ്റ് പാക്ക് ഹൗസ്, അതിന് ഡയമെൻഷൻ ഒക്കെ ഇവരെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സംയോജിത പാക്ക് ഹൗസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, പ്രീ കൂളിംഗ് യൂണിറ്റ് ഉണ്ട്, അതേപോലെ തന്നെ കോൾഡ് റൂം സ്റ്റേജിങ് ഉണ്ട്, കോൾഡ് സ്റ്റോറേജ് ഉണ്ട്, സോളാർ ക്രോപ്പ് ഡ്രയർ ഉണ്ട്, റീഫർ വാൻ ഉണ്ട്, പ്രൈമറി മിനിമൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട്. മിനിമൽ പ്രോസസ്സിംഗ് യൂണിറ്റ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അന്ന് അതിന് 10 ലക്ഷമാണ് സബ്സിഡി. 23-ന്റെ പ്രോജക്റ്റാണ്, 23 ലക്ഷം രൂപയുടെ പ്രോജക്റ്റും 10 ലക്ഷം രൂപ അതിന് സബ്സിഡി ഉണ്ട്. എനിക്ക് തോന്നുന്നു 35% സബ്സിഡി വരുന്നത്. അതേപോലെ തന്നെ ഉള്ളി വെളുത്തുള്ളി ശേഖരണ സംവിധാനം, മൂല്യവർദ്ധനവിനുള്ള സെക്കൻഡറി പ്രോസസ്സിംഗ് യൂണിറ്റ്, മിനിമൽ പ്രോസസ്സിംഗ് യൂണിറ്റും പിന്നെ സെക്കൻഡറി പ്രോസസ്സിംഗ് യൂണിറ്റും വരുന്നുണ്ട്. പിന്നെ രാഷ്ട്രീയ കൃഷി വികാസ് യോജന സാമ്പത്തിക സഹായത്തോടെ വീട്ടുവളപ്പിൽ ഫലവൃക്ഷ പോഷകത്തോട്ടങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ധനസഹായം, വാഴകൃഷിയിൽ കയറ്റുമതി അടിസ്ഥാനത്തിൽ വിളപരിപാലനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കൃഷി വ്യാപനം, പാക്ക് ഹൗസ്, റീഫർ വാൻ എന്നിവയ്ക്ക് ധനസഹായം, കൂൺകൃഷി പ്രോത്സാഹനത്തിനായി കൂൺ ഗ്രാമങ്ങൾ. അപ്പോൾ ഇതിന് അതാത് പ്രദേശത്തിലെ കാർഷിക ബ്ലോക്കുകളിലോ കൃഷിഭവനിലോ ജില്ലാ ഹോർട്ടിക്കൾച്ചർ മിഷനിലോ ബന്ധപ്പെടാൻ കഴിയും. ഇതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾക്കും ധനസഹായത്തിനും. ഇത് കൃത്യമായിട്ട് ഒരു സ്ലൈഡായിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന്, എൻ്റെ വളരെ പരിണിതമായിട്ടുള്ള അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാണ്. നമ്മൾ ഇതങ്ങോട്ട് എടുത്ത് വെക്കണം. എന്നിട്ട് നമ്മുടെ ബലങ്ങൾ, നമ്മുടെ ദൗർബല്യങ്ങൾ, നമ്മുടെ ഇപ്പോഴത്തെ സാധ്യതകൾ ഒക്കെ, നമ്മുടെ അവസരങ്ങൾ, നമുക്ക് ഉള്ള ബുദ്ധിമുട്ടുകൾ എല്ലാം നമ്മളെ തലയിൽ ഒരു ധാരണ ഉണ്ടാവണം. നമുക്കിപ്പോൾ ഏതാണ് ചെയ്യാൻ കഴിയുക? ചിലപ്പോൾ നമുക്ക് വലിയ പ്രോജക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാമ്പത്തിക ഒരു അവസ്ഥയായിരിക്കത്തില്ല. അല്ലെങ്കിൽ നമുക്ക് ചെറിയ പ്രോജക്റ്റ് മതി തൽക്കാലം, അല്ലെങ്കിൽ ചിലപ്പോൾ വലിയ പ്രോജക്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള അവസ്ഥയായിരിക്കും. ഇത് തീരുമാനം എടുക്കേണ്ടത് ഏറ്റവും ലാസ്റ്റ് ഇതെന്ന് പറയുന്നത് നമ്മളായിരിക്കണം. ആധികാരികമായിട്ട് ആ തീരുമാനം നമ്മളിലാണ് നിശ്ചിത. അപ്പം നമുക്ക് ചിലപ്പം തീരുമാനം എടുക്കാനുള്ള ഒരു പ്രാപ്തി ആ സമയത്ത് ഉണ്ടായില്ലെങ്കിലും നമ്മൾ ഒന്ന് തലയൊക്കെ ശരിക്കും ഒന്ന് നന്നായിട്ട് ഇരുന്ന് ചിന്തിച്ച്, നമ്മൾ കുറച്ച് ആൾക്കാരോട് റെഫറൻസ് ഒക്കെ ചോദിച്ച്, ഇത് ചെയ്തിട്ടുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് പോയി കണ്ട് ഒക്കെ നമുക്ക് ചിലപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ആഗ്രഹം ഉണ്ടാവും, ഇത് ചെയ്താൽ കൊള്ളാമായിരുന്നു. പക്ഷെ ആ ആഗ്രഹത്തെ ചിലപ്പോൾ വലുതാക്കി കൊണ്ടുവരാനുള്ള കപ്പാസിറ്റി നമ്മുടെ കയ്യിൽ ഉണ്ടാവത്തില്ല. അപ്പം ആ ഒരു ബലത്തിന് വേണ്ടി ഉള്ളിൽ ആ ഒരു ചെറിയ സ്വപ്നത്തിന്റെ ഒരു വിത്ത് വീണ് കഴിഞ്ഞിട്ടുണ്ടാവും. എൻ്റെ അനുഭവം അങ്ങനെയാണ്. അപ്പം എന്നെ ശരിക്കും പറഞ്ഞാൽ അതിലൊക്കെ എപ്പോഴും സഹായിക്കുന്നത് ജില്ലാ ഹോർട്ടിക്കൾച്ചർ മിഷനിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ ഇപ്പൊ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഡെപ്യൂട്ടി ഡയറക്ടർ, മിഷന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ഒരാളുണ്ടാവും. അത് എൻ്റെ അനുഭവത്തിൽ ഒത്തിരി ആൾക്കാർ, സ്മിത മാഡം, അതേപോലെ മേസി മാഡം ഒക്കെ ഒത്തിരി എന്നെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനിൽ ഉണ്ടായിരുന്ന നമ്മുടെ അഡീഷണൽ ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്ത ഷേർലി മാഡം, അങ്ങനെ ഒരുപാട് ആൾക്കാർ എന്നെ അതിൽ ഗൈഡ് ചെയ്തിട്ടുണ്ട്. എന്താ വേണ്ടേ, എന്താ ഇനി വേണ്ടേ എന്നൊക്കെയുള്ളത്. മുൻഗണന നിശ്ചയിക്കുന്നതിന് ഇത് ഇത്രയും നമ്മുടെ മുന്നിൽ പ്രോജക്റ്റുകളുണ്ട്. മുൻഗണന അനുസരിച്ച് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാം. ഇപ്പൊ ഏതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്? ഇപ്പൊ ഇതൊരു എക്കോ ഷോപ്പാണ്, ഹരിപ്പാട് കൃഷിഭവന്റെ കീഴിലുള്ള പ്രകൃതി ജൈവകലവറ എന്ന ഒരു എക്കോ ഷോപ്പാണ്. അപ്പോൾ ഹരിപ്പാട് കൃഷിഭവൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ചെയ്തു തരും. പ്രോത്സാഹനമായിട്ടും പ്രചോദനമായിട്ടും പ്രേരണയായിട്ടും ഇങ്ങനെ ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ AD ആയിരുന്ന അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ആയിരുന്ന എലിസബത്ത് മാഡാണ്. മാഡം ഇപ്പം റിട്ടയർ ആയി. ഒരുപാട് സന്തോഷത്തോടെയും സ്നേഹത്തോടെയും നമ്മൾ ഓർക്കുന്ന ഒരാളാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൃഷി നിലനിർത്തുന്നതിൽ ഞങ്ങൾക്ക് ഒരു കാലഘട്ടത്തിൽ ഭയങ്കര നഷ്ടവും
നമുക്ക് ഒരു രീതിയിൽ വിപണിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലും നമ്മളെ ശരിക്കും നമ്മൾ താങ്ങി നിർത്തിയ ഒരു ഷോപ്പിലെ ഒരു ഉദ്യോഗസ്ഥയാണ് എലിസബത്ത് മാഡം. പുള്ളിക്കാരി ആണ് നമ്മളോട് അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറയുമ്പോൾ നമുക്ക് ആ സമയത്തൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ. ചെയ്യാൻ പറ്റുമോ, നമ്മളെ കൊണ്ട് അതിനൊക്കെ കഴിയുമോ, ആ ലെവലിലൊക്കെ നമുക്ക് കപ്പാസിറ്റി ഉണ്ടോ? പക്ഷെ ചെയ്ത് തുടങ്ങിയപ്പോൾ പല രീതിയിലും ആദ്യമൊന്നും വലിയ രൂപമില്ല. അപ്പോൾ നമുക്ക് പ്രോജക്റ്റുകൾ കൃത്യമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പ്രോജക്റ്റുകളെല്ലാം എടുത്ത് പഠിച്ച്, അപ്പൊ അതിന് നമുക്ക് ഫീൽഡ് കൺസൾട്ടന്റ് ആയിട്ട് ഒരാൾ എവിടെയുണ്ട്? സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനിലുണ്ട്. ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഇന്നതിനോട് താല്പര്യമുണ്ട്, ഉടനെ തന്നെ അതിന് കുറേ റെഫറൻസ് ആള് തരും. അപ്പൊ നമ്മൾ അതിൽ കുത്തിയിരുന്ന് പഠിച്ച് അനലൈസ് ചെയ്ത് നമ്മളൊന്ന് നോക്കും, കൊള്ളാവോ, എങ്ങനെയാണ് അതിന്റെ ഇത്. ചുമ്മാ ചാടിക്കറി ചെയ്യല്ല കേട്ടോ, പ്രോജക്റ്റ് വളരെ വ്യക്തമായി പഠിക്കണം. അവിടെയാണ് നമ്മൾ എടുക്കേണ്ട എഫർട്ട്. നമുക്കറിയണം ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ എവിടെ എത്തും, ആ ലെവലിൽ വേണം നമുക്ക് DPR ഉണ്ടാക്കാനായിട്ട് നമുക്ക് പ്രോജക്റ്റ് ഉണ്ടാക്കുന്നവരുടെ അടുത്ത് നമുക്ക് സമീപിക്കാം. അതേപോലെ തന്നെ SHMയിലെ ഉദ്യോഗസ്ഥരോട് ചോദിച്ചാൽ തന്നെ പല പ്രോജക്ട്സ് ഉണ്ടാക്കുന്ന ആൾക്കാരോട് അവരുടെ ഇത് നമുക്ക് തരും, റെഫറൻസ് ഇത് തരും. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഓൾറെഡി നമ്മൾ പ്രോജക്റ്റ് ചെയ്ത ആൾക്കാരെ തന്നെയാണ് നമ്മൾ റെഫർ ചെയ്യുക. കാരണം നമുക്ക് കുറച്ചുകൂടെ അറിവ് കിട്ടും, അവർക്ക് എവിടെയാണ് ഗുണം കിട്ടിയത്, അവർക്ക് എവിടെയാണ് വീഴ്ച പറ്റിയത്. ആ പോസിറ്റീവും നെഗറ്റീവ്സും എല്ലാം പല കാര്യങ്ങളിലും നമ്മൾ പഠിക്കും. അപ്പോൾ പിന്നെ മുൻഗണനാക്രമം. ആദ്യം ഞങ്ങൾ നേഴ്സറിയാണ് ചെയ്തത്. നേഴ്സറി അത്യാവശ്യം നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കി തരുന്നുണ്ട്. നമുക്കൊരു മാസം ഒരു 30,000 രൂപയുടെ ഒരു ലാഭം മാത്രം. വിറ്റുവരവ് അതിൽ കൂടുതലുണ്ട്. നമുക്ക് എങ്ങനെ പോയാലും ഒരു 2-2.5 ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള വിറ്റുവരവുണ്ട് ഒരു മാസം. പക്ഷെ നമുക്കൊരു വരുമാനം, എല്ലാ ചെലവും കഴിഞ്ഞുള്ള വരുമാനം എന്ന് പറയുന്നത് ഏകദേശം ഒരു 30,000 രൂപയുടെ വരുമാനമായിട്ട് നമുക്കൊരു നീക്കിരിപ്പായിട്ട് നേഴ്സറി ഇന്ന് കിട്ടുന്നുണ്ട്. ചില സമയത്ത് പീക്ക് സമയത്ത് അതിലും കൂടുതൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മിനിമൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അത് ചെയ്യാനുള്ള കാരണം ശരിക്കും നമ്മുടെ അനുഭവത്തില് നമുക്ക് ഇതൊരു എക്കോ ഷോപ്പാണല്ലോ. അപ്പൊ നമ്മൾ കർഷകർക്ക് സ്ഥിരവിലയും ന്യായവിലയും ഒക്കെ കൊടുത്താണ് എടുക്കുന്നത്. നമ്മൾ അനുഭവിക്കുന്ന വലിയ പ്രശ്നം എന്ന് വെച്ചാല് ഒരുപാട് കൊണ്ടുവരുമ്പോ നമ്മൾ നോ പറയുമ്പോ നമ്മൾക്ക് ഉണ്ടാവുന്ന ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഇതുപോലെ കൊണ്ട് കാണുന്നവരല്ലേ എന്നുള്ളൊരു ഇതുണ്ട്. അപ്പം ആ ഒരു ഇത് ഒഴിവാക്കാനായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മിനിമം പ്രോസസ്സിംഗ് യൂണിറ്റ് എന്നുള്ളൊരു ഒരു പദ്ധതി നമ്മൾ തിരഞ്ഞെടുത്തത്. അതിലും നമുക്ക് ഇപ്പോഴും അതിൽ കുറെ അപര്യാപ്തതകളുണ്ട്, പരിമിതികളുണ്ട്. ആ പരിമിതി നികത്തുന്ന പുതിയ പ്രോജക്ട്സ് ഉണ്ടോ എന്നാണ് നമ്മൾ ഇതിനകത്ത് ഇനി നോക്കുക. അപ്പോൾ അതും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ. ഞാൻ പറഞ്ഞില്ല, 10 ലക്ഷം രൂപയുടെ ഒരു സബ്സിഡി കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു കൃഷിക്കാരി അല്ലെങ്കിൽ ഒരു കർഷകൻ എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് പാക്ക് ഹൗസ് ഉണ്ട്, പച്ചക്കറികളെല്ലാം സോർട്ട് ചെയ്ത് സെഗ്രിഗേറ്റ് ചെയ്യാനുള്ളത്. നമുക്കൊരു സ്പേസ്, അതിന് 4 ലക്ഷം രൂപയാണ് അതിൻ്റെ ടോട്ടൽ പ്രോജക്റ്റ് കോസ്റ്റ്. അതിൽ 50% സബ്സിഡി ആയിട്ട് 2 ലക്ഷം രൂപ നമുക്ക് സബ്സിഡി തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ജലസേചനത്തിനായിട്ട് ജലസ്രോതസ് നവീകരിക്കാനും നിർമ്മിക്കാനും ഒക്കെ ആയിട്ട് അവർ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 80,000 രൂപയോളം പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയ്ക്ക് സബ്സിഡി തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടത്. അത് ശരിക്കും പറഞ്ഞാൽ അവര് പറയുന്ന ഏറ്റവും ഞങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇതെല്ലാം ഇവിടെ തന്നെ സാധാരണ എന്ന് പറഞ്ഞാല് ഒരു കാര്യം ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ നഷ്ടമായിട്ട് പോകും. ശരി, ഞങ്ങൾക്ക് നാൾക്ക് നാള് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ മേല് ഒരു വളർച്ച ഉണ്ടാവാനുള്ള ഒരു ഇത് നമ്മൾ ചെയ്യാറുണ്ട്, നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ കാര്യങ്ങൾ പുതിയ നൂതന ആശയങ്ങളോട് നമ്മൾ വളരെ തുറന്ന സമീപനത്തോട് കൂടിയിട്ട് അതിനെ ഉൾക്കൊള്ളാനും പരമാവധി അതിൽ നിന്ന് നവീകരിക്കാനും നമ്മുടെ ബിസിനസ് നവീകരിച്ചു കൊണ്ടുവരാനും നമ്മൾ ശ്രമിക്കാറില്ല.
അപ്പോൾ അതൊരു വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു ക്രിയാത്മകമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ കൃഷി വിജ്ഞാന കേന്ദ്രം, ആലപ്പുഴ കൃഷി വിജ്ഞാന കേന്ദ്രം ഒരുപാട് സാങ്കേതിക സഹായങ്ങളും നൂതന ആശയങ്ങളും ഒരുപാട് അറിവുകളും ട്രെയിനിങ് പ്രോഗ്രാമിൽ നമുക്ക് തരുന്നത് കൊണ്ട് തന്നെ മിനിമൽ പ്രോസസ്സിങ് യൂണിറ്റിൽ നമുക്ക് പുതിയ പുതിയ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാനുള്ള ഒരു അവസരം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് ഇത്രയും പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ മേസി മാഡം ആയിക്കോട്ടെ, ഷേർലി മാഡം ആയിക്കോട്ടെ, രജിസാർ ഫീൽഡ് കൺസൾട്ടൻ്റ് ആയിട്ടുള്ള രജിസാർ ആയിക്കോട്ടെ, സ്മിത മാഡം ഡെപ്യൂട്ടി ഡയറക്ടർ മിഷൻ ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ സ്മിത മാഡം ആയിക്കോട്ടെ, ഇവരെല്ലാം നമുക്ക് നൽകുന്ന പ്രചോദനവും പ്രേരണയുണ്ട്. അതേപോലെ തന്നെ ഞങ്ങളുടെ ഹരിപ്പാട് മേഖലയുടെ ഫീൽഡ് ഓഫീസർ ആയിട്ടുള്ള ശ്രീജ ചേച്ചി നിരന്തരം ഞങ്ങളുടെ പുറകെ പ്രോത്സാഹനമായിട്ട് നിന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൃഷിക്കാരാണ്, നമുക്ക് ഫീൽഡിൽ കുറേ പണിയുണ്ടാവും, അതേപോലെ തന്നെ വിപണിയിൽ കുറേ പണിയുണ്ടാവും, മൂല്യവർദ്ധന വേണ്ട ഒരു പണിയാണ് രാവിലെ തൊട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചില സമയത്ത് നമ്മൾ ഈ പേപ്പർ വർക്കൊക്കെ അങ്ങ് വിട്ടുപോകും തലേന്ന്. ഇന്ന ദിവസമാണ് കൊടുക്കേണ്ടത്, ഇന്ന ദിവസമാണ് സമയബന്ധിതമായിട്ട് തീർക്കേണ്ടത്. ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ ആ ഒരു സമയത്തെയൊക്കെ കൺസിഡർ ചെയ്ത് നമ്മളുടെ ആ ഒരു എന്താ പറയുക ടെൻഷനൊക്കെ കുറച്ച് ഇന്ന സമയത്ത് വെക്കണേന്ന് മുൻകൂട്ടി പറഞ്ഞൊരു പ്ലാനിങ്ങിൽ ശരിക്കും പറഞ്ഞാൽ അവർ ഇൻവോൾവഡ് ആവുന്നുണ്ട് എല്ലാ ഉദ്യോഗസ്ഥരും. ഡെപ്യൂട്ടി ഡയറക്ടർ ആയിട്ടുള്ള ഇതുവരെ ഈ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനിൽ ഇരുന്നിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥരെയും എനിക്ക് സത്യം പറഞ്ഞാൽ വളരെ സ്നേഹപൂർവ്വം, നന്ദി എന്നുള്ളത് ഒരു ഔപചാരിക വാക്കായിരിക്കും, സ്നേഹപൂർവ്വം ഓർക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫീൽഡ് കൺസൾട്ടൻ്റ് ആയിട്ടുള്ള രജിസാറാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് വിത്ത് ഭാഗം. സാറാണ് ഇങ്ങനെ പ്രോജക്ട്സിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് ഒരു രൂപരേഖ തരിക, അതിനെക്കുറിച്ച് പഠിക്കാൻ ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ശ്രീജ ചേച്ചി ഒക്കെ ഞങ്ങൾക്ക് ഒരുപാട് പ്രചോദനവും പ്രേരണയും തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നല്ലൊരു ടീം വർക്കാണ്. ഇവർ പൊതുവേ നമ്മൾ കൃഷിഭവനെ കുറിച്ചിട്ട് കർഷകർക്ക് പല രീതിയിലുള്ള നെഗറ്റീവ്സ് പറയലുണ്ട്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് നമ്മൾ കുറേ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെന്ന് ചോദിച്ചാൽ ഈ പ്രോജക്ട്സിനെ കുറിച്ചിട്ട്, അതേപോലെ തന്നെ എവിടെ എങ്ങനെ എന്നുള്ളത് റെഫറൻസ് എടുത്തൊക്കെ പോയി ചോദിച്ചാൽ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ കൈപ്പിടിയിൽ വരികയും നമുക്ക് പുരോഗമനപരമായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയും നമുക്ക് ഹെൽപ്പ് എന്നുള്ളത്, സഹായം എന്നുള്ളത് നല്ല രീതിയിൽ കിട്ടുന്നതാണ്. എല്ലാവരും ചോദിക്കും ഞാനിതൊക്കെ അറിയുന്നോണ്ടല്ലേ എനിക്ക് മാത്രമല്ലേ കിട്ടുന്നത്. അങ്ങനെയല്ല കേട്ടോ. കാരണം എനിക്ക് കിട്ടിയതിന് മുമ്പ് ഞാൻ റെഫർ ചെയ്ത, അതിനു മുമ്പ് ആ പ്രോജക്റ്റിന്റെ ഉപഭോക്താവായിരുന്ന വേറൊരാളുണ്ട്. ആ ആളോടാണ് ഞാൻ പോയി റെഫർ ചെയ്യുക. ഇപ്പൊ ചാരുമൂടുള്ള രാമകൃഷ്ണൻ ചേട്ടനോടാണ് ഞാൻ പോയിട്ട് മിനിമം പ്രോസസ്സിംഗ് യൂണിറ്റിന്റെ റെഫറൻസ് ചെയ്തത്. അപ്പൊ ആ റെഫറൻസ് ചെയ്തതിന്റെ പിറ്റേ വർഷമാണ് രസം എന്ന് വെച്ചാൽ ഞാൻ ചെയ്ത ഇത് ചെറുകിട നേഴ്സറിയുടെ റെഫറൻസിൽ അവര് ചെറുകിട നേഴ്സറിക്ക് അപ്ലൈ ചെയ്തത്. അങ്ങനെ കർഷകർ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുന്ന പദ്ധതി അറിവുകളുണ്ട്. ഇതൊക്കെ നല്ലൊരു ടീം വർക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം ആർക്കെങ്കിലും ഒക്കെ അത് അറിയുമെങ്കിൽ വലിയ സന്തോഷമാണ്. അതുകൊണ്ട് ഉപകാരം കിട്ടുമെങ്കിൽ, അത് അറിഞ്ഞിട്ട് ഉപകാരം കിട്ടുമെങ്കിൽ അത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ കൂട്ടായിട്ട് നിന്നാലാണ് നമ്മുടെ ഈ മേഖല, കാർഷിക മേഖല അഭിവൃദ്ധിപ്പെടുമെന്നുള്ള ഒരു ബോധ്യം നമുക്കുള്ളത് കൊണ്ടാണ്. അപ്പോൾ രജിസാറ് നല്ലൊരു ഫീൽഡ് കൺസൾട്ടൻ്റ് ആണ് എസ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനിലെ. അതേപോലെ ഫീൽഡ് കൺസൾട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് വിനീത മാഡം. ഞാൻ അവരെ വളരെ പേഴ്സണലി അറിയുന്ന ആൾക്കാരായതുകൊണ്ടാണ് അങ്ങനെ അഭിസംബോധന ചെയ്തത്. അങ്ങനെ ഒത്തിരി ഉപകാരങ്ങൾ എല്ലാ കർഷകർക്കും, ഇവർക്ക് എല്ലാ കർഷകരെയും പേഴ്സണലി നന്നായിട്ട് അറിയുകയും ചെയ്യും. ഒരുപാട് കർഷകരെ അതുപോലെ വ്യക്തിപരമായിട്ട് അവര് കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി ഇറങ്ങിയിരിക്കുന്ന ആളാണ്. മാസശമ്പളം കിട്ടുമെന്നുള്ള ഒരു ഉറപ്പിന്റെ അപ്പുറം കാർഷിക മേഖലയോട് അത്രയേറെ
അർപ്പണ ബോധമുള്ള ഒരു ജില്ലാ ഹോർട്ടിക്കൾച്ചർ ടീമാണ് ആലപ്പുഴ ജില്ലയ്ക്കുള്ളത്. അപ്പോൾ എന്തെങ്കിലും പുതുതായിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവര് അവരുടെ മുൻഗണനകളെ മനസ്സിലാക്കി ഏത് പദ്ധതി വേണമെന്ന് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി ഹോർട്ടിക്കൾച്ചർ മിഷന് സബ്മിറ്റ് ചെയ്താൽ അതിനുള്ള എല്ലാ പ്രോത്സാഹനം അവർ തരുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും പുതുതായിട്ട് അറിയാനുണ്ടെങ്കിൽ ഈ ഒരു ഒറ്റ സ്ലൈഡ് കറക്റ്റായിട്ട് നോക്കിയാൽ മതി. അതിനകത്തെല്ലാം കംപ്ലീറ്റ് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള എല്ലാ പദ്ധതികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്ലൈഡിനകത്ത് എല്ലാം കാണുന്നത്. കേരള കർഷകനാണെങ്കിൽ ഇങ്ങനെ വലിയ 2-3 പേജിനകത്താണ് ഈ പദ്ധതികളെല്ലാം ഉൾക്കൊള്ളുക. പൊതുമേഖലയ്ക്കും അതേപോലെ സ്വകാര്യ മേഖലയ്ക്കും വ്യക്തിഗതമായിട്ടും ഒക്കെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ ഒരുപാട് ധനസഹായം ചെയ്യുന്നുണ്ട്. അത് സെൻട്രലി സ്പോൺസേഡ് സ്കീമാണ്. 60% സെൻട്രലിൽ നിന്നും 40% സ്റ്റേറ്റിൽ നിന്നുമാണ് നമുക്ക് ധനസഹായം കിട്ടുന്നത്. പിന്നെ ഫൈനൽ വെറ്റിങ് വന്ന് എല്ലാം നോക്കി എല്ലാ വെറ്റിങ് എന്നാണ് അതിന് പറയുക. നമ്മുടെ ഇൻസ്പെക്ഷൻ എല്ലാം കഴിഞ്ഞ് നമ്മുടെ ബില്ലുകളും എല്ലാ എക്സ്പെൻഡിച്ചർ ബില്ലുകളെല്ലാം സബ്മിറ്റ് ചെയ്താൽ എനിക്ക് തോന്നുന്നു തീർന്ന് നമ്മൾ പദ്ധതി ചെയ്ത് കഴിഞ്ഞ് ഉടനെ തന്നെ നമുക്ക് ധനസഹായം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തും. അതായത് ലോൺ അക്കൗണ്ടിലേക്ക് എത്തും. നമുക്ക് ഒരുപാട് പലിശ അടയ്ക്കേണ്ട അവസ്ഥ വരില്ല. വിത്തിൻ 2 or 3 months നമുക്ക് ആ കാശ് ക്രെഡിറ്റ് ആവും. അതോടൊപ്പം തന്നെ സാധാരണ PMFMEക്കൊക്കെ ആണെങ്കിൽ ബാക്ക് എൻഡ് ഇത് സബ്സിഡിയാണ്, ഇത് ഫ്രണ്ട് എൻഡ് സബ്സിഡിയാണ്. ഈ പദ്ധതി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ആവും. ഒരുപാട് പേപ്പർ നൂലാമലകളോ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കലോ ഒന്നുമില്ല. അവർ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ബാങ്കിലേക്ക് വേണ്ടിയൊക്കെ ചെയ്തു തരും. അത് നമ്മുടെ പ്രോജക്റ്റ് നല്ലപോലെ കൺവിൻസ് ആവണമെന്ന് മാത്രം. അപ്പോൾ സ്നേഹം, സന്തോഷം, നന്മകൾ.